ഇന്ന് നമ്മൾ ഇൻഡസ് റിവറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യ എന്ന പേരിന് പോലും കണക്ഷൻ ഉള്ള റിവറാണിത്. ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിവറാണ്. ഗായ്സ്, ഇൻഡസ് റിവറിന്റെ ഒറിജിൻ എവിടുന്ന? ബൊക്കാർ ചു ഗ്ലേസിയർ ഇൻ ദ കൈലാഷ് മൗണ്ടൻ റേഞ്ച് നിയർ ലേക്ക് മാനസരോവർ. നോക്ക്, ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് വരും ബൊക്കാർ ചു ഗ്ലേസിയർ. ഓക്കെ, എവിടുന്ന ഒറിജിൻ? ബൊക്കാർ ചു ഗ്ലേസിയർ ടിബറ്റിലുള്ള കൈലാഷ് മൗണ്ടൻ റേഞ്ച് നിയർ ലേക്ക് മാനസരോവർ. ഓക്കെ, ബൊക്കാർച്ചു ഗ്ലേസിയർ. നമുക്ക് ടിബറ്റിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ. ടിബറ്റിൽ ഇൻഡസിനെ ഇൻഡസ് എന്നല്ല വിളിക്കുക, അതിനെ സിംഗി കമ്പൻ എന്നാ വിളിക്കുക. മീനിങ് ലയൺസ് മൗത്ത്. എന്താണ് സിംബി കമ്പൻ? സിംഗി കമ്പൻ അഥവാ ലയൺസ് മൗത്ത്. ഓക്കെ, ലയൺസ് മൗത്ത്. ഇന്ത്യയിലേക്ക് ഇൻഡസ് എൻട്രി ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ദംചോക്ക്. ഓക്കെ, ദംചോക്ക്. ഓക്കെ, ഇൻഡസ് റിവറിന്റെ ഒറിജിൻ ബൊക്കാർച്ചു ഗ്ലേസിയർ എന്നാണ്. ഇൻ ദ കൈലാഷ് മൗണ്ടൻ റേഞ്ച് നിയർ ലേക്ക് മാനസരോവർ. ബൊക്കാർച്ചു ഗ്ലേസിയർ. ഇൻഡസിനെ ടിബറ്റിൽ വിളിക്കുന്ന സിംഗി കമ്പൻ, ലയൺസ് മൗത്ത്. ഇന്ത്യയിലെ എൻട്രി ചെയ്യുന്ന പോയിന്റ് വിളിക്കുന്ന ഡംചോക്ക്. നോക്ക്, ഡംചോക്കിലൂടെ ഇന്ത്യയിലേക്ക് എൻട്രി അടിച്ച് ലഡാക്കിലൂടെ ഇങ്ങനെ പോകും. ഓക്കെ, ജമ്മു കാശ്മീരിലൂടെ ഫ്ലോ ചെയ്യില്ല. ഇവിടെ ആയിട്ട് വരും ലേ. ഓക്കെ, നോക്ക്, ഇതാണ് കാരക്കോരം റേഞ്ച്. ഇവിടെ ആയിട്ട് വരും ലഡാക്ക് റേഞ്ച്. ആൻഡ് ഇവിടെ ആയിട്ട് വരും എന്ത്? സൻസ്കാർ റേഞ്ച്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലഡാക്കിന്റെയും സൻസ്കാറിന്റെയും നടുവിലൂടെ പോകുന്ന റിവറാണ് ഇൻഡസ്. അതേപോലെ തന്നെ കാരക്കോരത്തിന്റെയും ലഡാക്കിനോട് നടുവിലെ പോകുന്ന റിവറിന്റെ പേരാണ് ഷയോഗ് ഇൻഡസിന്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. എന്താണ് ഞാൻ മനസ്സിലാക്കി തരാം. ഇവിടെ കാരക്കോരം റേഞ്ച്. ഓക്കെ, ദിസ് ഇസ് ലഡാക്ക് റേഞ്ച്, ദിസ് ഇസ് സൻസ്കാർ റേഞ്ച്. സൻസ്കാർ റേഞ്ച് ഇത് ഇവിടെ. ഓക്കെ, ഇത് വരച്ചിട്ടുണ്ട്. ഇതാണ് സൻസ്കാർ റേഞ്ച്, ഇതാണ് ലഡാക്ക് റേഞ്ച്, ഇതാണ് കാരക്കോരം റേഞ്ച്. ലഡാക്കിന്റെയും സൻസ്കാറിന്റെയും നടുവിലൂടെ ഫ്ലോ ചെയ്യുന്ന റിവറാണ് ഇൻഡസ്. ക്ലിയർ അല്ലേ? ഇൻഡസ് റിവറിന്റെ ഒറിജിൻ ബക്കാർച്ചു ഗ്ലേസിയർ. ടിബറ്റിൽ അതിനെ സിംഗി കമ്പൻ അഥവാ ലയൺസ് മൗത്ത് എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലേക്കുള്ള എൻട്രി ദംചോക്കിലൂടെ, അത് കഴിഞ്ഞിട്ട് അത് ലഡാക്കിലൂടെ പാസ് ചെയ്യും. നോക്ക്, ദിസ് ഇസ് കാരാക്കോരം റേഞ്ച്, ദിസ് ഇസ് ലഡാക്ക് റേഞ്ച് ആൻഡ് ദിസ് ഇസ് സൻസ്കാർ റേഞ്ച്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അതിന്റെ ട്രിബ്യൂട്ടറീസ് പഠിക്കാം. ഓക്കെ, നോക്ക്, ഇത് സൻസ്കാറാന്ന് പറഞ്ഞു, റൈറ്റ്? നോക്ക്, ഇത് സൻസ്കാർ റേഞ്ച് അല്ലേ? ഇതിലൂടെ ഒരു റിവർ ട്രിബ്യൂട്ടറി ജോയിൻ ചെയ്യുന്നുണ്ട്. റിവറിന്റെ പേരും സൻസ്കാർ തന്നെ. റിവറിന്റെ പേരും സൻസ്കാർ. ഓക്കെ, ട്രിബ്യൂട്ടറീസ് പേരും സൻസ്കാർ എന്ന പേര്. ഓക്കെ, നോക്ക്, ഇവിടുന്ന് ഒരു ട്രിബ്യൂട്ടറി വരുന്നുണ്ട്. ഇതിന്റെ പേരാണ് ഡ്രാസ്. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ഡ്രാസ് റിവർ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇവിടുന്ന് ഒരു ട്രിബ്യൂട്ടറി വരുന്നുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഷയോഗ്. ഓക്കെ, നോക്ക്, ഇനി ഇവിടുന്ന് ഒരു ട്രിബ്യൂട്ടറി വീണ്ടും വരുന്നുണ്ട്, ഇവിടുന്ന്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഗൽവാൻ. കേട്ടിട്ടില്ലേ? ഗൽവാൻ വാലി, ക്ലാഷ് ഇന്ത്യൻ ചൈന കണ്ടത് ഗൽവാൻ. ഇതാണ് ഗൽവാൻ ട്രിബ്യൂട്ടറി. ഓക്കെ, ഇനി നോക്ക്, ഇവിടുന്ന് ഒരു ട്രിബ്യൂട്ടറി വരുന്നുണ്ട്, ഇതിന്റെ പേര് നുബ്ര വാലി. കേട്ടിട്ടില്ലേ? ലേയും നുബ്ര വാലിയും ഏത് പാസിലൂടെയാണ് കണക്റ്റഡ്? കർദുംഗ്ല പാസ് ആണ് ലേയും നുബ്രയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇനി നോക്ക്, ഇവിടുന്ന് ഒരു റിവർ വരുന്നുണ്ട്, അതിന്റെ പേരാണ് ഗിൽഗിത്. ഈ ഏരിയയുടെ വരുന്നത് ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ ഏരിയ ഓഫ് പി. ഓക്കെ, ദിസ് ഇസ് ഗിൽഗിത്. ഓക്കെ, ഗിൽഗിത്. ഇനി ഇവിടുന്ന് ഇതിന്റെ വേറെ ഒരു ട്രിബ്യൂട്ട് വരുന്നുണ്ട്, ദിസ് ഇസ് കോൾഡ് ഹുൻസ. ഓക്കെ, നമുക്ക് പാകിസ്ഥാനില് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഏത് റിവറിൽ പോയിട്ടാ ഡ്രെയിൻ ചെയ്യുക? ഇല്ല, ഏത് സീയിൽ പോയിട്ടാ? അറേബ്യൻ സീയിൽ പോയിട്ട് ഡ്രെയിൻ ചെയ്യും. ഓക്കെ ഗായ്സ്, ഇവിടെ ലേക്കിന്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞു പോയത് തന്നെ, മാനസരോവർ ലേക്ക്. എന്ത് ഗ്ലേസിയർ ആണ്? ബൊക്കാർച്ചു ഗ്ലേസിയർ.
ടിബറ്റുകാരെ എന്താ വിളിക്കുക? സിംഗി കമ്പൻ അഥവാ ലൈൻസ് മൗത്ത്. ഇന്ത്യയിലുള്ള എൻട്രി പോയിന്റ് ഏത് സ്ഥലത്താണ്? ദംചോക്കിലൂടെ. ഇനി ഇൻഡസിന്റെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറിയായ സത്ലജ് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ചു മാനസരോവറിലേക്ക് വരുന്നത്. അതേപോലെ ഇവിടെ ഇത് വരുന്നത് ദിസ് ഇസ് രാക്കസ് താൽ അഥവാ രാക്ഷസ് താൽ എന്ന് പറഞ്ഞ താലുണ്ട്. ആണ് രാക്കസ് താൽ, ആണ് രാക്കസ് താൽ, രാക്കസ് താൽ. ഇവിടുന്ന് നേരെ ഹിമാചൽ പ്രദേശിലെ ഈ ഒരു പോയിന്റിലെ ഇവിടെ എൻട്രി അടിക്കും ഇന്ത്യയിലേക്ക്. എൻട്രി എന്ന പോയിന്റ് ഏത് പാസിലൂടെ എൻട്രി ചെയ്യുക? ഷിപ്കില പാസിലൂടെയാണ് സത്ലജ് ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുക. ഓക്കെ, അവിടെ നിന്ന് ഇവിടെ. ഓക്കെ, ഇനി ഇവിടെ. അപ്പൊ ഇൻഡസിന്റെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ഏതാണ് ഗൈസ്? ദാറ്റ് ഈസ് സത്ലജ്. ഓക്കെ, അപ്പൊ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് സത്ലജ്. ഇനി ഇവിടുന്ന് ബ്യാസ് റിവറിലെ വ്യാസ് റിവർ വന്നിട്ട് ഇവിടെ സത്ലജിനെ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്ത പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബ്യാസ് സത്ലജിനെ ജോയിൻ ചെയ്ത പോയിന്റ് വിളിക്കുന്നത് ഹരിക്ക്. ഹരിക്ക്. ഓക്കെ, ഹരിക്കെ പ്ലേസ് ആണ് ഇന്ദിരാഗാന്ധി കനാൽ ഉള്ളത്. ഓക്കെ, അതിന്റെ ഒറിജിനേറ്റ് ചെയ്യുന്ന ഹരിക്കെ. പഞ്ചാബിലുള്ള ഹരിക്കെ എന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കൂ. ഇനി അടുത്തത് ഗായ്സ് രവി. രവി റിവർ. ഓക്കെ, രവി റിവർ ഒറിജിനേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് ജമ്മുവും പഞ്ചാബിന്റെയും ബോർഡറിലൂടെ, അത് കഴിഞ്ഞിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലൂടെ, അതിനുശേഷം ഇവിടെ പോയി മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ രവി ഇങ്ങനെ ഹിമാചലിൽ ഒറിജിനേറ്റ് ചെയ്തിട്ട് പഞ്ചാബ് ജമ്മുവിന്റെ ബോർഡറിലൂടെ പോയിട്ട് അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലൂടെ പാസ് ചെയ്തിട്ട് നേരെ സത്ലജിൽ ജോയിൻ ചെയ്യും. നോക്ക്, റോത്താങ് പാസിലൂടെയാണ് രണ്ട് റിവേഴ്സും ഫ്ലോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് രവി ആൻഡ് ബ്യാസ്. നോക്ക്, ഇതിന്റെ തൊട്ട് മുകളിൽ നിന്ന് ചെനാബ് വരുന്നു. നോക്ക്, ഇതിന്റെ തൊട്ട് മേലെ നിന്ന് ചെനാബ് റിവർ വരും. ചെനാബ് റിവർ ജമ്മു കാശ്മീരിലൂടെ പോയി വരുന്നില്ല, ജമ്മു കാശ്മീരിലൂടെ പോയി. ഓക്കെ, പോയി ഇങ്ങനെ പോയി ഇവിടെ വെയിറ്റ് ചെയ്തു. ഇവിടെ കാണിച്ചു ഇതിങ്ങനെ പോയി ഇതിങ്ങനെ. ഓക്കെ, ഓക്കെ. അപ്പൊ ഗൈസ് നോക്ക്, ഇതെന്ത് റിവറാ? ദിസ് ഇസ് സത്ലജ്. ഓക്കെ, ഇതാണ് സത്ലജ്. സത്ലജ് അതെന്താണ്? സത്ലജ് എന്താണ്? സത്ലജ്. ഓക്കെ, സെറ്റ്. ഇനി ഇതേതാ? ബ്യാസ്. ഇത് ബ്യാസ്. ഓക്കെ, സെറ്റ്. ഇനി മൂന്നാമത്തെ എന്താ? രവി. രവിക്കുട്ടൻ. ഓക്കെ, ദിസ് ഇസ് രവി. സത്ലജ്, ബ്യാസ്, രവി. ഇനി ഇതെന്താ? ചെനാബ്. ചെനാബ് 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 ചെനാബ്. ഓക്കെ, സെറ്റ് അല്ലേ? സത്ലജ്, എന്താ? ബ്യാസ്, എന്താ? രവിക്കുട്ടൻ. രവി രവി രവി. ആൻഡ് ലാസ്റ്റ് ദിസ് ഇസ് ചെനാബ്. ദിസ് ഇസ് ചെനാബ്. ഓക്കെ, ഇതാണ് ചെനാബ്. ദിസ് ഇസ് ചെനാബ്. ഓക്കെ, ഓക്കെ. ബ്യാസ്, രവി ആൻഡ് ചെനാബ് മൂന്നും ഹിമാചൽ പ്രദേശിൽ നിന്നാണ് വരുന്നത്. ഇനി വരയ്ക്കാൻ പോകുന്നത് ചെനാബിനാണ്. ചെനാബ് നോക്ക്, ഇവിടെ നിന്ന് ഈ ഡി എഴുതിയിട്ടുള്ള പോയില്ലേ, ഇവിടെ നിന്ന് വരും. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ വന്നു. ഇതാണ്, ഇത് കണ്ടില്ലേ? ഇരുവരുടെ പേര് ജേലം. ജേലം 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 ജേലം. ഓക്കെ, നോക്കപ്പോ ബ്യാസ് പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല കേട്ടാ. പഞ്ചാബിൽ ഹരിക്കയില് സത്ലജിനെ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ 5 റിവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആട്ടാ. നോക്ക്, ദിസ് ഇസ് സത്ലജ്, സത്ലജ് റിവർ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ബ്യാസ്, ദിസ് ഇസ് രവി, ആൻഡ് ദിസ് ഇസ് ചെനാബ്, ആൻഡ് ദിസ് ഇസ് ജലം. ജലം. ഓക്കെ, നോക്ക് ഗൈസ്, ഈ സത്ലജ് ഇല്ലേ, ഈ സത്ലജ് ഇവിടെ ഇൻഡസിനെ പോയി മീറ്റ് ചെയ്യുന്ന പേരാണ് പോയിന്റ് പ്ലേസ് ആണ് മിത്താൻകോട്ട്. മിട്ടാൻകോട്ട്. മിട്ടാൻകോട്ട്. അപ്പൊ ഏതൊക്കെയാണ്? ഞാൻ വീണ്ടും പറയുന്നു. ഇത് സത്ലജ് ആണ്, ഇതാണ് ബ്യാസ്, ഇതാണ് രവി, ഇതാണ് ജേലം. ഓക്കെ, പേര് എഴുതണം. ഓക്കെ, ദിസ് ഈസ് സത്ലജ്.
ഓക്കെ. ആൻഡ് ഇതെന്താണ്? ബ്യാസ്. BEAS. ബ്യാസ് ഇതാണ് ഇത്. ഓക്കെ. ഇനി രവി. ദിസ് ഈസ് രവി. ഓക്കെ. ദിസ് ഈസ് ചൈന. നമ്മുടെ ഇതോടെ പോയി. ചേലം അവിടെ പോയി. വരച്ചതിനോട് വയ്യും. ചേലം പറയുമ്പോൾ കാര്യം നോട്ടിയാണ് കേട്ടോ. ഇത്തിരി ഇത് ബോർഡിലൂടെ ഒരു ഇത്തിരി പോകുന്നുണ്ട്. ഓക്കെ. അത് നോട്ട് ചെയ്യണം. ഇതാണ് ജേലം. ബോർഡിലൂടെ ഏതൊക്കെ ഫ്ലോ എന്ന് വെച്ചാൽ ജലം ഫ്ലോ ചെയ്യുന്നുണ്ട്. ജലം. അതേപോലെ തന്നെ നമുക്ക് രവിയോ തന്നെ ബോർഡിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതോടെ ഇതും അതെ ഇങ്ങനെ ഒരു ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ബ്യാസും രവിയും പോകുന്നത് നോക്കി ഇവിടുത്തെ പാസ് എന്താ? റോത്താങ് പാസിലൂടെ. ഓക്കെ. ഇനി നമ്മുടെ ചെനാബ് ആണെങ്കിലോ ഇതെന്ത് പാസാ? എന്ത് പാസ്സാണ് ഗൈസ്? എന്ത് പാസ്സാ? പറ. ബാരാലാച്ചില പാസ്. ബാരാലാച്ചില പാസ്. ഓക്കെ. സത്ലജ് ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി കേട്ടാ. ലാർജസ്റ്റ് എന്ന് പറയുന്നത് ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി. ലോങ്സ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസിനോടും ലാർജസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏരിയ ബേസിനില്ല അതോടും. ഇവിടെ ഇത് ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞേ. ഓക്കെ. സത്ലജ് ഇന്ത്യയിൽ കയറുന്ന പാസ് ഏത് പാസിലൂടെയാ? ഷിപ്കീല പാസ്. ഷിപ്കീല പാസ് ദാറ്റ് കണക്ട് ഷിപ്കീല പാസ് ദാറ്റ് കണക്ട് കുമോർ ഡിസ്ട്രിക്ട്സ് ഓഫ് ഹിമാചൽ പ്രദേശ് ടു ടിബറ്റ്. ഇതിലൂടെ ഒരു വേറെ ട്രിബ്യൂട്ടറിലുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ക്യാപിറ്റലായ കാബൂളിൽ നിന്ന് വരുന്ന ഒരു റിവർ ഉണ്ട്. നമുക്ക് മാറ്റർ ചെയ്യുന്നില്ല. കാബൂൾ റിവർ ആട്ടത്. കാബൂൾ. ഓക്കെ ഗൈസ്, ഇതാണല്ലോ ഇൻഡസ് റിവർ. ഓക്കെ. ഇൻഡസ് റിവറിനെ എന്തൊക്കെയാണോ താഴത്തുള്ള ട്രിബ്യൂട്ടറീസ്. ഓക്കെ. ഇതാണ് ഇതിന്റെ താഴത്തെയുള്ള ട്രിബ്യൂട്ടറീസ്. ഇതാണ് ഇതിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ഓക്കെ. ഇനി മേലെന്ന് വരുന്ന കാബൂല് ഇതൊക്കെ ഇല്ലേ, ലൈക്ക് ഇതൊക്കെ ഷയോക്ക്, ഇതൊക്കെയാണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. മെയിൻ ആയിട്ടുള്ള റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുമ്പോൾ ലൈക്ക് കാബൂൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഷയോക്ക് പറഞ്ഞു. ഷയോക്ക് ഗിൽഗിത് ഹുൻസ. ഷയോക്ക് ഗിൽഗിത് ഹുൻസ. ഷയോക്ക് ഗിൽഗിത് ഹുൻസ. ലെഫ്റ്റ് ബാങ്കോ? അത് റൈറ്റ് ബാങ്ക് ഷയോക്ക് ഗിൽഗിത് ഹുൻസ. ലെഫ്റ്റ് ബാങ്ക് ഓർത്തുകൊണ്ടോ? ഈ 5 മെയിൻ റിവേഴ്സ് ഓർത്തു വയ്ക്കണം. ദാറ്റ് ഈസ് ജേലം, ചെനാബ്, രവി, വ്യാസ്, സത്ലജ്. ഓക്കെ. ഈ 5 മെയിൻ റിവേഴ്സ് ഇല്ലേ, ഇത് ഓർത്തു എന്താണ്? ദിസ് ഇസ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ഇനി ലേ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ഇൻഡസ്. അവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ. ഇൻഡസ് റിവർ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റിവർ സിസ്റ്റത്തിലുള്ള ഒരു വലിയ റിവറാണ്. ഇവിടുത്തെ ആൻഷ്യൻ സിവിലൈസേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇല്ലേ, ഈ റിവർ ബേസിനിൽ ഡെവലപ്പ് ആയതാണ്. ഇനി ഓൾഡ് നെയിം എന്താ? മെഹറൻ. ഇനി ദ വേർഡ് സിന്ധു മീൻസ് ഓഷ്യൻ അഥവാ ഹ്യൂജ് വാട്ടർ ബോഡി. റിവർ വളരെ വലിയതായിരുന്നു. റിവറിന് വളരെ വലിയ ഫ്ലോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓഷ്യനെ പോലെ കമ്പയർ ചെയ്തു. നോക്ക്, സിന്ധുവിന്ന് ഹിന്ദു വന്നു. പേർഷ്യക്കാർ സിന്ധുവിനെ ഹിന്ദു എന്ന് പ്രൊനൗൺസ് ചെയ്തു. പിന്നെ അവിടെ ഹിന്ദു എന്ന യൂസേജ് വന്നു. ഇനി ഹിന്ദുവിൽ നിന്ന് ഇൻഡോസ്, ഇനി ഇൻഡോസ് നിന്നും ഇന്ത്യ. ഓക്കെ. അങ്ങനെയാണ് ഇന്ത്യ എന്ന് വന്നത്. ഇനി നോക്ക്, ലാർജസ്റ്റ് റിവർ ഇൻ ദ ഹിമാലയ. അതിൽ ഹ്യൂജ് ഡ്രെയിനേജ് ബേസിൻ ഉണ്ട്, ലോങ് ഫ്ലോ ഉണ്ട്, ലാർജ് വാട്ടർ വോളിയം ഉണ്ട്. ലാർജസ്റ്റ് റിവർ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് എ ഫാദർ ഓഫ് റിവേഴ്സ്. ഇൻഡസ് ഇല്ലേ, ഇന്ത്യയിലെ ഏറ്റവും നോർത്തിൽ ഫ്ലോ ചെയ്യുന്ന മേജർ റിവർ സിസ്റ്റമാണ്. ദാറ്റ് ഈസ് മോസ്റ്റ്ലി ഇൻ ദ ലഡാക്ക് റീജിയൻ. ഇറ്റ് ഈസ് ദ ഓൺലി ഹിമാലയൻ റിവർ ദാറ്റ് ഡ്രെയിൻസ് ഇൻ ടു ദ അറേബ്യൻ സീ. നോക്ക്, മോസ്റ്റ് ഓഫ് ദ ഹിമാലയൻ റിവേഴ്സ് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുക. പക്ഷേ ഇൻഡസോ വെസ്റ്റ് ഡയറക്ഷനിൽ. അതുകൊണ്ടാണ് അറേബ്യൻ സീയിൽ ഡ്രെയിൻ ചെയ്യുന്നത്. ഗംഗയുടെ കേസ് നോക്കോ, ഈസ്റ്റിലോട്ട് ഫ്ലോ ചെയ്യുക. ബ്രഹ്മപുത്ര നോക്കോ, ഈസ്റ്റിലോട്ട് ഫ്ലോ ചെയ്യുക. പക്ഷെ ഇൻഡസോ വെസ്റ്റിലോട്ട് ഫ്ലോ ചെയ്യുക. Okay, northernmost river in India, only the river that drains into the Arabian Sea, only Himalayan river that flows western direction. It is a national river of Pakistan. Okay, പാകിസ്ഥാനിലുള്ള entire agriculture depend ചെയ്യുന്ന ഇൻഡസ് ബേസിനിൽ നിന്നാണ്. The largest river of Pakistan, that's why lifeline of Pakistan, sacred river of Pakistan, heartland of Pakistan. ഇനി സോഴ്സ് എവിടെ നിന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു? മാനസരോവർ, ലേക്ക് കൈലാഷ്, മൗണ്ട് ടിബറ്റ്, ചൈന. ആ ഗ്ലേസിയറിന്റെ പേര് മറക്കരുത്. ദാറ്റ് ഈസ് ബൊക്കാർചു ഗ്ലേസിയർ. മറക്കരുത്, ബൊക്കാർചു ഗ്ലേസിയർ. ഇനി ടിബറ്റിലെ പേരെന്താ ഗൈസ്? ടിബറ്റിലെ പേരാണ് സിംഹി കമ്പൻ. മീൻസ്
മീൻസ് ലയൺസ് മൗത്ത്. സിംഹി കമ്പൻ മീൻസ് ലയൺസ് മൗത്ത്. ഓക്കെ. ഇനി ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് ഡെംചോക്ക്. ലഡാക്കിലുള്ള ഡെംചോക്കിലൂടെയാണ് ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഇൻഡസ് നദി ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് ഡെംചോക്ക് ഇൻ ലഡാക്ക്. ഈ ഇൻഡസ് റിവർ ലഡാക്കിലൂടെ പാസ് ചെയ്യുന്നത്, ജമ്മു കാശ്മീരിലൂടെ അത് പാസ് ചെയ്യുന്നില്ല, ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻറ്റേഴ്സ് പാകിസ്ഥാൻ ത്രൂ ചില്ലർ. പാകിസ്ഥാനിൽ എൻ്റർ ചെയ്യുന്ന സ്ഥലത്തിന് പേര് ചില്ലർ. ഓക്കെ. ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പോൾ അറേബ്യൻ സി അറ്റ് കറാച്ചി, പാകിസ്ഥാൻ. ലെങ്ത്തിന്റെ ഒരു കേസ് ഗൈസ്, ലെങ്ത്തിൽ ഒരുപാട് ബുക്കിൽ 2880 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, 3180 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ എന്തായാലും രണ്ടെണ്ണം വരില്ല, ഏതെങ്കിലും ഒന്ന് വരില്ലോ. ഓക്കെ. മോസ്റ്റ്ലി 3180 കിലോമീറ്റർ എന്നാണ് എടുക്കുക. ഓക്കെ. ഇനി ഗംഗയായിട്ടൊന്ന് കമ്പയർ ചെയ്യുക ഗൈസ്. ഗംഗയുടെ ലെങ്ത് പറയുമ്പോൾ 2525. അല്ല, ഗംഗയുടെ എളുപ്പം ഓർത്ത് വയ്ക്കാം. ഗംഗയുടെ 2525 ആണ്. ഇൻഡസിന്റെ ലെങ്ത് 3180 ആണ്, ഓർത്ത് വയ്ക്കണം. സോ ഇൻഡസ് ആണ് ലോങ്ങർ റിവർ. ഇനി സോഴ്സ് എവിടെന്നാ? ടിബറ്റിൽ നിന്ന്. ഫ്ലോയിങ് കൺട്രീസ് ദാറ്റ് ഈസ് ചൈന, ഒറിജിൻ ടിബറ്റിൽ നിന്നാണല്ലോ, അത് കഴിഞ്ഞിട്ട് ഇന്ത്യ, അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ. ഓക്കെ. ഇനി ഇന്റർനാഷണൽ റിവർ എന്നാൽ എന്താണ് ഗൈസ്? മൾട്ടിപ്പിൾ കൺട്രീസ് ക്രോസ് ചെയ്യുന്ന റിവർ ആണ് ഇന്റർനാഷണൽ റിവർ. അതുകൊണ്ട് നമുക്ക് ഇൻഡസിനെ ഒരു ഇന്റർനാഷണൽ റിവർ എന്ന് വിളിക്കാം. ഇനി ഇമ്പോർട്ടൻറ്റ് ഡാംസ് നോക്കാം. ഡാംസിനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം, പക്ഷെ ഇതിനായി എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് പറയാം ഇവിടെ. ഇതിന് ഡാം എന്താണ്? ഒരു റിവറിനെ ബ്ലോക്ക് ചെയ്ത് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചറാണ് ഡാം. ഡാം എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുക? ഒന്നാമത് ഇറിഗേഷൻ, അഗ്രികൾച്ചറിനായിട്ട്, കൃഷിക്കായിട്ട് ഇറിഗേഷൻ, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ, ഫ്ലഡ് കൺട്രോളിനായിട്ട്, വാട്ടർ സപ്ലൈ. ഓക്കെ. ഇൻഡസിന്റെ അക്രോസ് ഉള്ള ഡാംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് ടർബേല ഡാം. ടർബേല ഡാം എവിടെ വരുന്നത്? പാകിസ്ഥാനിലായിട്ടാണ് വരുന്നത്. ഇനി ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, ഇൻഡസ് റിവറിന്റെ അക്രോസ് ഉള്ള ലാർജസ്റ്റ് ഡാം ആണ് ടർബേല ഡാം. ലാർജസ്റ്റ് ഡാം അക്രോസ് ദ ഇൻഡസ് റിവർ. ഇൻഡസിലെ ഏറ്റവും വലിയ ഡാം. രണ്ടാമത്തെ ഡാം നംഗ പർബത്ത്. മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നംഗ പർബത്തിനെ പറ്റി? ഗ്രേറ്റർ ഹിമാലയാസ് പഠിക്കുമ്പോൾ ഗ്രേറ്റർ ഹിമാലയാസിന്റെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ് നംഗ പർബത്ത്. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ് നംച ബർവ. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് നംച ബർവ, വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് നംഗ പർബത്ത്. ഇനി നംഗ പർബത്ത് പീക്ക് എവിടെ സിറ്റുവേറ്റ് ചെയ്തെന്ന്? പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലായിട്ടാണ്. ഇനി ഇതിന്റെ വിശേഷത എന്ന് പറയുമ്പോൾ, ഇറ്റ് ഈസ് ദ 9th ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ്. 9th ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ്. നംഗ പർവ്വതത്തിന്റെ നിക് നെയിം എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കില്ലർ മൗണ്ടൻ. ഓക്കെ. ഇനി നംഗ പർവ്വതത്തിന്റെ അർത്ഥം എന്താ? മീൻസ് നേക്കഡ് മൗണ്ടൻ. ഇനി ടിബറ്റിനെ ഇതിനെ ഡയാമീർ എന്ന് വിളിക്കും. ഡയാമീർ. ഓക്കെ. ഓൾസോ നോൺ ആസ് കില്ലർ മൗണ്ടൻ. ഈ ഡയാമീർ എന്നൊരു വാക്കില്ലേ, അതിന്റെ അർത്ഥം തന്നെ കിങ് ഓഫ് മൗണ്ടൻ. ഇനി നംഗ പർവ്വത് എന്ന് എന്തുകൊണ്ട് വന്നു? കാരണം വെജിറ്റേഷൻ കുറവാണ്, മൊത്തം ബെയറോക്കും സ്നോ ആയിട്ട് കവേർഡ് ആണ്. അതുകൊണ്ടാണ് നേക്കഡ് മൗണ്ടൻ എന്ന് പേര് വന്നത്. നോക്ക്, ഈ നംഗ എന്ന് വെച്ച് ഓർക്കാം. ഇതിന്റെ പേര് നേക്കഡ് മൗണ്ടൻ, നംഗ പർവ്വത്, നേക്കഡ് മൗണ്ടൻ. വെച്ച് ഇതിന്റെ ആൽറ്റിറ്റ്യൂഡ്, അതിൽ ഒരുപാട് ബുക്കുകളിൽ ഇതിനെ 2186 എന്നും കാണിക്കാറുണ്ട്. നമ്മളിവിടെ 218128 നൽകാം എന്നാണ്. സോറി, ഒരുപാട് ബുക്കിൽ 8126 എന്നും കാണിക്കാറുണ്ട്. ഇനി എന്ന് വെച്ച് നിക് നെയിം എന്താ? കില്ലർ മൗണ്ടൻ. ഓക്കെ, കില്ലർ മൗണ്ടൻ. ഇനി ജി വെച്ച് ഇറ്റ്സ് എ ഗ്രേറ്റ് ഹിമാലയൻ പീക്ക്. അല്ലേ? ഗ്രേറ്റ് ഹിമാലയന്റെ വെസ്റ്റ് മോസ്റ്റ് പോയിന്റ് അല്ലേ? ഗ്രേറ്റ് ഹിമാലയൻ പീക്ക്. ഈസ്റ്റ് മോസ്റ്റ് പോയിന്റ് എന്താ ഗ്രേറ്റ് ഹിമാലയന്റെ? നംച ബർവ. വെസ്റ്റേൺ പോയിന്റോ നംഗ പർവ്വത്. ഒരുപാട് ബുക്കിൽ 8126 കാണിക്കാറുണ്ട് ഗൈസ്, കൺഫ്യൂസ്ഡ് ആകരുത്. എക്സാമിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ. ഇനി വെച്ച് ഓൾസോ കോൾഡ് ഡയമീർ. ഡയമീറിന്റെ അർത്ഥമാണ് കിങ് ഓഫ് മൗണ്ടൻസ്. ഓക്കെ, ടിബറ്റുകാരാണ് അങ്ങനെ വിളിക്കുക. ഇനി നമുക്ക് അടുത്ത് ഹെമീസ് നാഷണൽ പാർക്കിനെ പറ്റി നോക്കാം. ഇനി ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് നാഷണൽ പാർക്ക് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ് ഗായ്സ്? ഹെമീസ് നാഷണൽ പാർക്കാണ്. ഇനി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ലഡാക്കിലായിട്ട് വരും. കോൾഡ് ഡെസേർട്ട് റീജിയൻ.
ലാർജസ്റ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിൽ. അതുപോലെ തന്നെ നോർത്തേൺ മോസ്റ്റ് നാഷണൽ പാർക്കാണ്. ഇനി പ്രൊട്ടക്ട് ചെയ്ത ആനിമൽ എന്ന് പറയുമ്പോൾ ഹിമാലയൻ ലെപ്പേർഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ഗൈസ്, ഹിമാലയൻ ലെപ്പേർഡ്. ഇനി ആക്ച്വലി ഫേമസ് എസ്പെഷ്യലി ഫോർ സ്നോ ലെപ്പേർഡിനുമായിട്ട് ഫേമസ് ആണ്. ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ, നോർത്തേൺ മോസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ. നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ എന്താ, പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്, വൈൽഡ് ആനിമൽ പ്രിസർവ് ചെയ്യാൻ. ഇനി ഇവിടെ കണ്ടുവരുന്ന എയർപോർട്ട് ദാറ്റ് ഈസ് കുഷക് ബക്കോള റിംബോച്ചെ ഓർത്ത് വെക്കണം. ഇത് കണ്ടുവരുന്ന ഇവിടെ ലേ ലഡാക്കിൽ. നമുക്ക് SSC ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ലേ ലഡാക്കിൽ കണ്ടുവരുന്ന എയർപോർട്ട് ഏതാണ്? ആൻസർ എന്താണ്? കുഷക് ബക്കോള റിംബോച്ചെ. അപ്പൊ ഇവിടെ ഈ ഒരു എയർപോർട്ടാണ് ഹയസ്റ്റ് എയർപോർട്ട് ഇൻ ഇന്ത്യ. നമ്മൾ നേരത്തെ കണ്ടു ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇവിടെ കണ്ടുവരുന്ന ഹെമ്മീസ് നാഷണൽ പാർക്കാണ്. അപ്പൊ ഹയസ്റ്റ് എയർപോർട്ട് ഇൻ ഇന്ത്യ ഇത് തന്നെയാണ്, കുഷക് ബക്കോള റിംബോച്ചെ. ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഹെമ്മീസ് നാഷണൽ പാർക്ക്. ഇറ്റ് ഇസ് എ നോർത്തേൺ മോസ്റ്റ് എയർപോർട്ട് ഇൻ ഇന്ത്യ. നമുക്ക് ഇവിടെയുള്ള എയർപോർട്ടിനുണ്ടല്ലോ പൈലറ്റ്സിനൊക്കെ സ്പെഷ്യൽ ട്രെയിനിങ് വേണം. കാരണം എന്താ, ഇവിടുത്തെ എയർ ഡെൻസിറ്റി, ലേ ലഡാക്കിലൊക്കെ എയർ ഡെൻസിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ എയർക്രാഫ്റ്റ് ഓപ്പറേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ സ്പെഷ്യലി ട്രെയിൻഡ് പൈലറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഈ കുഷക് ബർക്കോള ആരാണ്? ഒരു ബുദ്ധിസ്റ്റ് സ്പിരിച്വൽ ലീഡർ ആണ്. ഇനി ഇൻഡസ് വാട്ടർ ട്രീറ്റി. ആദ്യം ട്രീറ്റി എന്താണ്? രണ്ട് കൺട്രീസ് തമ്മിലുള്ള ഒരു ഒഫീഷ്യൽ എഗ്രിമെന്റ്. നമുക്ക് 1947 ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം സെപ്പറേറ്റ് ആയി. ഓക്കെ, പക്ഷെ നമ്മുടെ നദികളൊക്കെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ വരച്ച് കാണിച്ചു തന്നു. റിവേഴ്സ് ബൗണ്ടറി ക്രോസ് ചെയ്യും. അപ്പോൾ വാട്ടർ ആര് യൂസ് ചെയ്യും എന്ന് പറഞ്ഞ ഒരു തർക്കം വന്നു, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അതിന്റെ സൊല്യൂഷന് വേണ്ടിയായിരുന്നു ഈ ട്രീറ്റി വന്നത്. സൈൻ ചെയ്ത വർഷം 1960 സെപ്റ്റംബർ 19. 1960 സെപ്റ്റംബർ 19 സൈൻ ചെയ്തതാണ് ഇത്, ബിറ്റ്വീൻ നെഹ്റു ആൻഡ് അയൂബ് ഖാൻ. ഇനി എവിടെയാണ് സൈൻ ചെയ്തതെന്ന് വെച്ചാൽ കറാച്ചി, പാകിസ്ഥാനിലുള്ള കറാച്ചിയിൽ. ആരായിരുന്നു മീഡിയേറ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് ബാങ്ക്. നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡസ് റിവേഴ്സിന്റെ ട്രിബ്യൂട്ടറി എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈസ്റ്റേൺ റിവേഴ്സ്, ഇന്ത്യയിലുള്ള ഈസ്റ്റേൺ റിവേഴ്സ് ഇതൊക്കെ രവി, ബ്യാസ്, സത്ലജ്, ഈ മൂന്നും ഈസ്റ്റേൺ റിവേഴ്സ്. ഇനി വെസ്റ്റേൺ റിവേഴ്സോ ഇൻഡസ്, ചെനാബ്, ജലം. ഓക്കെ, ഇനി എഗ്രിമെന്റിൽ വെച്ച് ഇൻഡസ്, ജലാബ്, ചെനം ദാറ്റ് ഈസ് വെസ്റ്റേൺ റിവേഴ്സിൽ 80% വാട്ടർ യൂസ് ബൈ പാകിസ്ഥാൻ ആൻഡ് ദ റിമൈനിങ് ടു ഇന്ത്യ. ഇനി ഈസ്റ്റേൺ റിവേഴ്സിൻ്റെയോ രവി, ബ്യാസ്, സത്ലജ് ദാറ്റ് ഈസ് 80% വാട്ടർ യൂസ് ബൈ ഇന്ത്യ ആൻഡ് 20% ബൈ പാകിസ്ഥാൻ. അയൂബ് ഖാൻ ആരെന്ന് വെച്ചാൽ അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്നു. ഇനി പഹൽഗാം അറ്റാക്കിന് ശേഷം ട്രീറ്റി വാസ് സസ്പെൻഡഡ് ഓൺ 2025 ഏപ്രിൽ 23. ഒരു കാര്യം കൂടി പറഞ്ഞു തരാനുണ്ട്. ഇൻഡസ് വാട്ടർ ട്രീറ്റിലൂടെ നമുക്ക് ഇൻഡസ് റിവർ, ഇത് ഇൻഡസ്, ഇത് ജേലം, ഓക്കെ, ഇത് ചെനാബ്, ഈ 3 നദികളുടെ 80% വാട്ടർ യൂസ് പാകിസ്ഥാനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ വെസ്റ്റേൺ റിവേഴ്സ് എന്ന് കൺസിഡർ ചെയ്ത് 3 റിവേഴ്സിന്റെ 80% യൂസും പാകിസ്ഥാനിൽ, ബാക്കി 20% ഇന്ത്യക്ക്. ഇനി ഈസ്റ്റേൺ റിവേഴ്സായ രവി, ബ്യാസ്, സത്ലജ്, ഈ 3 നദികളുടെ 80% യൂസ് ഇന്ത്യക്കും 20% പാകിസ്ഥാനും. പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ ഈ ട്രീറ്റിനെ സസ്പെൻഡ് ചെയ്തു. ഇനി ദ്വാബ് എന്താണ് ഗൈസ്? 2 റിവേഴ്സിന്റെയും നടുക്കിലുള്ള ഏരിയനാണ് ദ്വാബ് എന്ന് പറയാ. ഇൻഡസും ജേലത്തിനും നടുക്കിലുള്ള ദ്വാബിനെയാണ് സിംഗ് സാഗർ ദ്വാബ് എന്ന് പറയുന്നത്. ഇൻഡസും ജേലവും തമ്മിൽ സിന്ധ് സാഗർ ദ്വാബ്, ജേലവും ചെനാബ് തമ്മിൽ ജേച്ച്. നോക്ക്, JH ഇവിടുന്ന് ഓർക്കാം, ഇവിടുന്ന് J, ഇവിടുന്ന് CH എടുത്തു. ഓക്കെ, അങ്ങനെ ജേച്ച്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാം. അതേപോലെ തന്നെ ചെനാബും രവിയും, ഇവിടുന്ന് രവിന്ന് ആരെടുക്ക്, ചെനാബിന്ന് CH എടുക്ക്, അതും ഓർത്ത് വയ്ക്കാം. ഇനി ബീസും രവി ഓർക്കാൻ തന്നെ B വന്നു, R വന്നു, കണ്ട B ഇവിടെ R. ഓക്കെ, അങ്ങനെ ഓർക്കാം. ഇനി അതുപോലെ ബ്യാസ് നോക്ക്, ബിസ്ത്, ഇവിടെ BS, അങ്ങനെ ഓർക്കാം. ആ കൂടി പഠിക്കേണ്ടത് ഇൻഡസും ജേലം, സിന്ധ് സാഗർ ദ്വാബ്, ബാക്കിയെല്ലാം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി പഞ്ച് നദ് എന്താണ് ഗൈസ്? ഇറ്റ് റെഫേഴ്സ് ടു കോൺഫ്ലുവൻസ് ഓഫ് 5 റിവേഴ്സ് ഇൻ പഞ്ചാബ്. നോക്ക്, പഞ്ച് നദ്, ഈ വേർഡ് തന്നെ കണ്ടാൽ ആൻസർ മനസ്സിലാക്കാൻ പറ്റും. പഞ്ച് 5, നദ് റിവേഴ്സ്. പഞ്ച് നദ് 5 റിവേഴ്സ് ജോയിൻ ചെയ്യുന്ന സ്ഥലം. ഇനി പഞ്ചാബ് എന്ന പ്ലേസിന് പോലും ഇതുമായി കണക്ഷൻ ഉണ്ട്. പഞ്ച് 5, പഞ്ചാബ്, AB ഇല്ല, വാട്ടർ എന്നർത്ഥം. മീനിങ് എന്താ? ലാൻഡ് ഓഫ് 5 റിവേഴ്സ്, അതുകൊണ്ട് പഞ്ചാബ്, ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. ഇനി ഏതൊക്കെയാണ് റിവേഴ്സ്? ജലം, ചെനാബ്, രവി, ബ്യാസ്, സത്ലജ്.
Jhelum River meanders in his youthful stage. Ancient name വിതാസ്ത. ഹിസ്റ്ററിയിൽ ജലത്തിനെ വിതാസ്ത എന്ന് വിളിച്ചിരുന്നു. ഹിസ്റ്ററിയിൽ ജലത്തിനെ വിതാസ്ത. ശ്രീനഗർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ജലം റിവർ. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ ഏതാണ് ഗൈസ്? വൂളർ ലേക്ക് ആണ്. ഇറ്റ് ഈസ് ഫെഡ് ബൈ ജലം, മീനിങ് ജലം വാട്ടർ സപ്ലൈ ചെയ്യുന്നു. ജലത്തിന്റെ കാശ്മീർ നെയിമാണ് വ്യാത്. നോക്ക്, വ്യാത് ഇൻ കാശ്മീർ. ഗ്രീക്ക് നെയിം എന്താ? ഹൈഡസ്പസ്. ബാറ്റിൽ ഓഫ് ഹൈഡസ്പസ് ബിറ്റ്വീൻ അലക്സാണ്ടർ ആൻഡ് പോറസ് ഇൻ 326 BC. ഇനി ചെനാബിലേക്ക് കിടക്കാം. ചെനാബ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് ആണ്. ലോങ്സ്റ്റ് ഏതായിരുന്നു ഗൈസ്? ലോങ്സ്റ്റ് സത്ലജ് നമ്മൾ കണ്ടതാണ്. ചെനാബ് എന്ന് പറയുമ്പോഴോ ദാറ്റ് ഇസ് എ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി. Chenab is formed by the confluence of two rivers, Chandra and Bhaga, at Tandi, Himachal Pradesh in Lahaul Valley. നോക്ക്, ചന്ദ്ര ഭാഗ ജോയിൻ ചെയ്യുന്നു, ചെനാബ് ഫോം ചെയ്യുന്നു. ആൻഷ്യന്റ് നെയിം എന്താണ്? അസ്കിനി. ഒറിജിൻ എവിടെ? ബാരലച്ച ലാപാസ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ചെനാബ് ബ്രിഡ്ജിനെ പറ്റിയാണ്. ഇനി ചെനാബ് റെയിൽ ബ്രിഡ്ജിന്റെ ലൊക്കേഷൻ വരുന്നത് റിയാസി ഡിസ്ട്രിക്ട്. ഓക്കെ, റിയാസി ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ഓക്കെ, ചെനാബ് റെയിൽ ബ്രിഡ്ജിന്റെ ലൊക്കേഷൻ വരുന്നത് റിയാസി ഡിസ്ട്രിക്റ്റിലും. ഏത് റിവറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവറിന്റെ ചെനാബ് റിവറിന്റെ. ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഉധംപൂർ ശ്രീനഗർ ഭാരമുള്ള ട്രെയിൻ റെയിൽ ലിങ്ക്. റെയിൽ ലിങ്ക് ഏതാണ് ഗേൾസ്? ഉധംപൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽ ലിങ്ക്. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഫേമസ് എന്ന് വെച്ചാൽ വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ആണ്. വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ആണ്. ഇനി ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 359 മീറ്റർ. 359 മീറ്റർ. നോ ഗൈസ്, ഈഫിൽ ടവറിന്റെ ഉയരം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 324 മീറ്റർ ആണ്. 324. ഈ ഈഫിൽ ടവറിനെക്കാട്ടും വലുതാണ് നമ്മുടെ ഈ ബ്രിഡ്ജ്. ഇനി ലെങ്ത് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് 1315 മീറ്റർ. 1315 മീറ്റർ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഓർത്തുകയാണെന്ന് വെച്ചാൽ 3ഉം 5ഉം, രണ്ടിലും 3ഉം 5 ഉണ്ട്. ഓക്കെ, 1315. ഹൈറ്റ് എത്ര? 359. ലെങ്ത് 1315 മീറ്റർ. ഇതെപ്പോഴും ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ 2025 ജൂണിൽ. ഇനി ബ്യാസിന്റെ പ്രത്യേകത, ഇത് ഒരേ ഒരു ട്രിബ്യൂട്ടറി ആണ്. പാകിസ്ഥാനിക്ക് ഡയറക്റ്റായി പോകുന്നില്ല. അത് വന്ന് ബ്യാസ് ഹിമാചൽ പ്രദേശിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പഞ്ചാബിൽ പോയി സത്ലജിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. സ്ഥലത്തിന്റെ പേരാണ് ഹരിക്കെ. ബ്യാസിന് തന്നെയാണ് ബിപാഷ. ആൻഷ്യൻ നെയിം എന്താണ്? ബിപാഷ. ഒറിജിൻ എന്ന് പറയുമ്പോൾ റോത്താങ് പാസ്. It is the only tributary of Indus that does not enter Pakistan. It joins Satluj near Harike. Satluj river, ancient name എന്താണ്? സുതൂദ്രി. Okay, origin Rakshasthal Lake. It enters India through Shipkila Pass. It is the longest tributary of Indus river. Largest ഏതായിരുന്നു? ലാർജസ്റ്റ് ചെനാബ്. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. ഇൻഡസിന്റെ പഴയ പേര് മെഹ്റൻ. ദ വേർഡ് സിന്ധു മീൻസ് ഓഷ്യൻ. ലാർജസ്റ്റ് റിവർ ഇൻ ദ ഹിമാലയ. ഇറ്റ് ഇസ് ദ ഓൺലി റിവർ that drains into the only Himalayan river that drains into the Arabian Sea. Northernmost river in India. Source എവിടുന്ന? മാനസരോവർ ലേക്ക്, കൈലാഷ് മൗണ്ടൻ. ഓക്കെ, ബൊക്കാർ ചു ഗ്ലേസിയർ. നെയിം ഇൻ ടിബറ്റ് സിംഗിക്കമ്പ ലയൺസ് മൗത്ത്. ഓക്കെ, enters India through Demchok. Okay, enters Pakistan through Chillar. Length എത്ര? 3180 മീറ്റർ. ഇനി ഇമ്പോർട്ടൻറ്റ് ഡാം ടാർബേല അക്രോസ് ദ ഇൻഡസ് റിവർ. ലാർജസ്റ്റ് ഡാം അക്രോസ് ദ ഇൻഡസ് റിവർ. പാകിസ്ഥാനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഹെമീഷ് നാഷണൽ പാർക്കിനെ പറ്റി പറഞ്ഞു. ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ. ഓക്കെ, നോർത്തേൺ മോസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ. എന്താണ് ഹെമീഷ് നാഷണൽ പാർക്ക്? എവിടെ കണ്ടു? ലഡാക്കിൽ. ഇനി എയർപോർട്ട് KBR എന്ന് ഓർത്താൽ മതി. KBR, കോൺ ബനേഗ ക്രോർപതി. അതുപോലെ തന്നെ കുഷക് ബക്കോള റിംബോച്ചെ in Leh Ladakh, highest airport in India, northernmost airport in India. Okay, in important cities പറഞ്ഞുതരാം. കറാച്ചി, largest river bank city across the Indus. Okay, former capital of Pakistan. ഇപ്പോഴത്തെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാനിന്റെ എക്കണോമിക് ക്യാപിറ്റൽ ആണത്. അറേബ്യൻ സീ കോസ്റ്റ്, ട്രേഡ് സെന്റർ, പോർട്ട് സിറ്റി, അതൊക്കെ കാരണം. ഇനി ടാക്സില ഒരു നോർമൽ സിറ്റി അല്ല, ഒരു ആൻഷ്യന്റ് എഡ്യൂക്കേഷൻ സെന്റർ ആണ്. വൺ ഓഫ് ദ ആൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ്, ബുദ്ധിസ്റ്റ് ലേണിംഗ്, ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സിറ്റിയാണ് ടാക്സില. ഇനി മൊഹൻജദാരോ,
അതും പാകിസ്ഥാനില്ല. ഇനി ലേ ലഡാക്ക്. ഇനി ഇന്ത്യയിൽ വരുമ്പോൾ ലേ ലഡാക്ക്, നമ്മുടെ ലേ ലഡാക്ക്. ലാർജസ്റ്റ് റിവർ ബാങ്ക് സിറ്റി ഓൺ ഇൻഡസ്, കറാച്ചി. ഫോർമർ ക്യാപിറ്റൽ ഓഫ് പാകിസ്ഥാൻ, കറാച്ചി. ലാർജസ്റ്റ് സിറ്റി ഇൻ പാകിസ്ഥാൻ, കറാച്ചി. ഓക്കെ. പാരീസ് ഓഫ് ദ ഈസ്റ്റ്, കറാച്ചി. സിറ്റി ഓഫ് ബ്രിഡ്ജസ്, കറാച്ചി. നോക്ക്, ഇപ്പോഴല്ല, ഒരു ഒരു മിഡിൽ ഓഫ് ദ 20th സെഞ്ചുറി ഈ ഒരു സമയത്തായിരുന്നു കറാച്ചി ഹിസ്റ്റോറിക്കലി നോൺ ആസ് ദ പാരീസ് ഓഫ് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അതൊക്കെ മാറി, വേറെ ഒരുപാട് വന്നിട്ടുണ്ട്. ഹിൽ ഓഫ് ഡെഡ്, അത് മൗണ്ട് ഓഫ് ഡെഡ് എന്ന് പറയും, മോഹൻജദാരോനെ പറയാം. ഈ ട്രിബ്യൂട്ടറീസ് ഒക്കെ നമുക്ക് കണ്ടല്ലേ, രവി, ജലം, ബേസ്, ചിനാബ്, സത്ലജ്. ലാൻഡ് ഓഫ് 5 റിവേഴ്സ്, പഞ്ചാബ്. പേരിലുണ്ട് 5 റിവേഴ്സ്. നമ്പർ 2, 5 നദികൾ എവിടെയാണ് ജോയിൻ ചെയ്തെന്ന് വെച്ചാൽ മിത്താൻകോട്ട്. ഇനി സത്ലജ്. നമ്മൾ പറഞ്ഞ ആൻഷ്യൻ നെയിം എന്ന് പറയുമ്പോൾ സാദുദ്രി, സാൻസ്ക്രിറ്റ് നെയിം. ഓക്കെ, സോഴ്സ് രാക്ഷസ് സ്ഥലം വരച്ച് കാണിച്ചായിരുന്നു, രാക്ഷസ് ത്രാൽ. ഓക്കെ, നൗ they originate along with the Indus River. Largest tributary, it is a largest തെറ്റാട്ടാ, longest tributary ആട്ടാ. സത്ലജ് ലോങ്ങസ്റ്റ്. ലാർജസ്റ്റ് എന്താണ് ഗൈസ്? ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് ചെനാബിനാണ് പറയാ. ഓക്കെ, കണ്ട, അയ്യോ സോറി, ഫുള്ളായിട്ട് വായിക്കി. ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് ഇൻ ഇന്ത്യ, ടോട്ടൽ അല്ല, ഇൻ ഇന്ത്യ. ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്, അത് ശരിയാ, ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി ശരി. ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഇൻ ഇന്ത്യ. ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അർത്ഥം മാറി. Southernmost tributary of Indus flows between Spiti Valley, Himachal Pradesh. Brings water to Indira Canal, Rajasthan. ഞാൻ പറഞ്ഞു ഇന്ദിരാ കനാൽ, ലൈക്ക് സത്ലജ് ബ്യാസ് ഇല്ലേ, ബ്യാസ് വന്ന് എവിടുന്ന്, ഹിമാചലിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. തൊട്ട് പഞ്ചാബിൽ സത്ലജായി മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഹരിക്കി. ഹരിക്കി എന്ന് ഇന്ദിരാ കനാൽ സ്റ്റാർട്ട് ചെയ്യും. അത് വന്നിട്ട് രാജസ്ഥാനിലേക്ക് വെള്ളം കൊണ്ടുപോകും. ബ്രിങ്സ് വാട്ടർ ടു ദ താർ ഡെസേർട്ട്, രാജസ്ഥാൻ. ഇനി ഇമ്പോർട്ടൻറ്റ് ഡാംസ്. നപ്ത ചക്രി. നോ ഗൈസ്, നപ്ത ചക്രി ഒരു സ്മോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, കറക്റ്റ് ആണ് ഗൈസ്, ജക്രിയാണ്, നപ്ത ജക്രി. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൽ ഒന്നാണ് നപ്ത ജക്രി ഡാം. അത് പഠിക്കണം. നപ്ത ജക്രി ഡാം വരുന്നത് ഹിമാചൽ പ്രദേശിലെ കിനോർ ഡിസ്ട്രിക്റ്റിലാണ്. ഡാം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ കിനോർ ഡിസ്ട്രിക്റ്റിൽ, ഷിംല സൈഡിലായിട്ടാണ് അതിന്റെ പവർ സ്റ്റേഷൻ ഏരിയ. ഹിമാചൽ പ്രദേശിലെ